സർ 5 വർഷത്തിനുള്ളിൽ ക്യാപ്ചർ എവിടെയായിരിക്കും കാണപ്പെടുക? അത് ട്രാൻസ്ഫോം ക്യാപ്ചർ ഇൻ ടു എ ഫ്യൂച്ചർ റെഡി, അതുപോലെ പ്രോസസ് ഡ്രിവൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ്. ഞാൻ ആക്ച്വലി 18 വർഷമായിട്ട് ഈ ഇൻറ്റീരിയർ ഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വില്ല പ്രൊജക്റ്റ് ആയിരുന്നു അത്. സർ വൈ ദുബായ്? സാറിൻ്റെ ഏർലി കരിയർ സ്റ്റേജ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോ വീണ്ടും ദുബായിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്? ദുബായിൽ കമ്പനി തുടങ്ങാൻ എളുപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹബീബി കം ടു ദുബായ്. സർ നമ്മുടെ ഈ മോഡുലാർ ഫർണിഷിങ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണോ ദുബായ്? ദുബായ് എന്ന് പറയുന്നത് ദുബായ് ഇസ് എ ഹബ് ഓഫ് ഡിസൈൻ, അല്ലെങ്കിൽ ഹബ് ഓഫ് റിയൽ എസ്റ്റേറ്റ്, ഹബ് ഓഫ് ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് ദുബായ്. നമസ്കാരം സർ. നമസ്കാരം സർ, നമുക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് നമ്മുടെ ക്യാപ്ചർ എന്ന് പറയുന്നത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. വളരെ സന്തോഷവും പ്രൗഡും ആയിട്ടുള്ളൊരു ടൈമാണ് നമുക്ക്. ഇപ്പോൾ സാറിന് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെ യാദൃച്ഛികമായിട്ടാണ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തോട്ടം നമുക്ക് വന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. സർ വൈ ദുബായ്? സാറിൻ്റെ ഏർലി കരിയർ സ്റ്റേജ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോ വീണ്ടും ദുബായിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്? തീർച്ചയായും കരിയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആദ്യകാലങ്ങളിൽ ദുബായിൽ തന്നെയാണ്. 2009 തൊട്ട് ദുബായിലാണ് എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റീരിയർ ഫീൽഡിലുള്ളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത്. നോട്ട് ഓൺലി ദുബായ്, അതിനുശേഷം ബഹ്റിൻ, അതുപോലെ തന്നെ മസ്കറ്റ്. ആ ഒരു 5-6 വർഷത്തെ ഈ ഗൾഫ് കൺട്രീസ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നോളജ് ബാക്കപ്പ് എനിക്ക് തന്നിരുന്നത്. അത് എനിക്ക് തോന്നുന്ന അതൊരു വൺ ഓഫ് ദ റീസൺ ആയിരിക്കാം. അതൊരു റീസൺ കൊണ്ട് മാത്രമാണോ അവിടെ വീണ്ടും സ്റ്റാർട്ട്? ശരി, എൻ്റെ ഒരു റീസൺ ആക്ച്വലി ഇതല്ല. റീസൺ ഞങ്ങൾ വെരി റീസെൻ്റ് ആയിട്ടാണ് ഈ വർഷമാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ കുറച്ച് കൂടുതലായിട്ട് ക്യാപ്ചർ എക്സ്പാൻഡ് ചെയ്തത്. ഞങ്ങൾ റീജിയൻ ഓഫീസ് ഞങ്ങളവിടെ എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്ടെന്ന് തന്നെ ഒരു ദുബായിയോ അല്ലെങ്കിൽ ഒരു ഗ്ലോബലായിട്ടുള്ളൊരു ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു തോട്ട് ഞങ്ങളുടെയോ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെയോ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ട് കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണ് എനിക്കൊന്നൊരു 5-6 മാസം മുമ്പ് എൻ്റെ ഒരു എക്സ് കൊളീഗ് ദുബായിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് തൃശ്ശൂരിലാണ്. ഒരു 3 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തൊരു വില്ലയാണ്. അതിൽ കുറച്ച് അഡീഷണലി വർക്കുകളുണ്ട്. അവരുടെ മകളുടെ റൂം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഷിജേഷ് ഈ ഫീൽഡിൽ നാട്ടിലുള്ളതല്ലേ, അതൊന്ന് പോയി നോക്കാവോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം ക്ലയൻറ്റിന് നമ്പർ കൊടുക്കട്ടെ, നിങ്ങളോട് സംസാരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. സോ ഇസ് ഇറ്റ് ഓക്കെ, നോ ഇഷ്യൂ, അത് ചെയ്യുന്നുണ്ടൊരു പ്രശ്നമില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഡയറക്റ്റ് പോയിട്ട് അതൊന്ന് നോക്കണമെന്നും കൂടി പറഞ്ഞു. ഞാൻ ചെയ്യാം, ഒരു പ്രശ്നമില്ലാത്ത കേസാണ്. ഇദ്ദേഹം അതിനുശേഷം ക്ലയൻറ്റിന് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തു. ക്ലയൻറ്റ് എന്നെ വിളിച്ച് സംസാരിച്ചു. 2 ദിവസത്തിന് ശേഷം ഞാനും എൻ്റെ ഡിസൈനിലെ ടീമുമായിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോയി. അതൊരു എനിക്ക് തോന്നുന്നു 6000-7000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വലിയൊരു വില്ല പ്രൊജക്റ്റായിരുന്നു അത്. ഞങ്ങൾ സൈറ്റിലെത്തി. ഈ എൻ്റെ ഏരിയ സൈറ്റിൽ ഞാൻ കണ്ടു. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ച്വലി 18 വർഷമായിട്ട് ഈ ഇൻറ്റീരിയർ ഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വില്ല പ്രൊജക്റ്റായിരുന്നു അത്. കാരണം ഞാൻ കയറി വരുന്ന ഡോറ് തന്നെ എല്ലാം 11 അടി 10 അടി ഹൈറ്റിലുള്ള ഡോറുകളായിരുന്നു. എല്ലാം വിനിയർ ഫിനിഷ്ഡായിരുന്നു. നമ്മൾക്ക് ഒരു സർട്ടൻ ഒരു പോയിന്റിൽ പോലും ഒരു ക്വാളിറ്റി ഇഷ്യൂസ് കാണാൻ പറ്റാത്ത 3 വർഷത്തിന് ശേഷമാണ് ഞാനീ പോകുന്നത് അവർ ഹാൻഡ് ഓവർ ശേഷം. അപ്പോൾ കയറി നോക്കുന്നു, ഈവൺ ലിവിങ് റൂം ചെയ്ത പാനലിംഗ് ആയിക്കോട്ടെ, ബെഡ്റൂം ഫേർണിച്ചർ ആയിക്കോട്ടെ, വാർഡ്രോബ്സ്, കോട്ട്, എവറിത്തിങ് സൂപ്പർബിളി ഫിനിഷ്ഡാണ്. അപ്പോൾ അതിനിടയിലാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം നോക്കിയ ശേഷം എൻ്റെ കൂടെ വന്ന ഡ്രാഫ്റ്റ്മാനും പറയുന്നത്, സാറേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇത്ര ഒരു ക്വാളിറ്റി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു വറി എന്നിലുണ്ടായിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ക്ലയൻറ്റിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇത് മുമ്പ് ചെയ്ത ആൾക്കാർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നി ഇനി ഈ ഇത്തിരി പോലെ ചെയ്യാനുള്ള ബാക്കിയുള്ളതും അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചൂടെ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്നുള്ളത് കാണിക്കാതെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ നന്നായി ചെയ്തു, അപ്പോൾ ആ ഫിനിഷൊക്കെ നമുക്കൊന്ന് മാച്ച് ചെയ്യണ്ടേ. അപ്പോൾ ശേഷം അത് പോസിബിൾ അല്ല കേട്ടോ, അത് പ്രശ്നമില്ല, നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു, സാർ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്, ഈ ഒരു ക്വാളിറ്റിയിലേക്ക് എൻ്റെ ടീമിനെ കൊണ്ട് ചെയ്യിച്ചാൽ എനിക്ക് എത്താൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ വേറെ കേരളത്തിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് ടീമില്ലെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത്. ഞാൻ പറഞ്ഞു, സാർ എനിക്കിത് കേരളത്തിലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ കക്ഷി പറഞ്ഞു, സാർ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റും നമുക്ക് എന്നാണ്. അപ്പോൾ അത് പോസിബിൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ വലിയ ഇഷ്യൂ ഉണ്ടോ എക്സിസ്റ്റിംഗ് കോൺട്രാക്ടറായിട്ട്? അല്ലടോ അതൊന്നുമല്ല,
ഞാൻ ആദ്യം ഈ പ്രൊജക്റ്റ് നാട്ടിലത്തെ ഒരാൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കി. കുറച്ച് ഏരിയ ചെയ്തപ്പോൾ തന്നെ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അടുത്തുകൂടി എത്തുന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരെ പറഞ്ഞു വിട്ട് ഈ എൻറ്റിയർ സാധനം അദ്ദേഹം ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എനിക്ക് എൻറ്റിയർ പ്രോജക്റ്റിലത്തെ അതിലത്തെ ഡോർസ് ആയിക്കോട്ടെ, ഇൻറ്റീരിയറിൻ്റെ ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ഫിക്സഡ് ഫർണിച്ചർ ആയിക്കോട്ടെ, ലൂസ് ഫർണിച്ചർ ആയിക്കോട്ടെ, എൻറ്റിയർ ഐറ്റം അദ്ദേഹം ദുബായിൽ ചെയ്യിച്ച്, അതാണ് ആ ഒരു ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ അത് പുകച്ചോറിന് ശേഷം എനിക്ക് ഇത്ര പോലെയുള്ള സംഭവം ദുബായിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യും, യു ജസ്റ്റ് മാച്ച് ദ ക്വാളിറ്റി. എനിക്കറിയാം ചിലപ്പോൾ അത്ര പോലെ പറ്റില്ല എന്നല്ലേ. ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഞാൻ ആ പ്രോജക്റ്റ് വിസിറ്റ് ചെയ്ത ശേഷം തിരിച്ച് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സ് ജോമോനും ഷിജിലും ജിതേഷും ഒക്കെ ആയിരുന്നതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. കേട്ടോ, ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താ അപ്പം നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ക്വാളിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിനിയർ ഫിനിഷുകൾ കൂടുതലായി ചെയ്യാൻ തോന്നി. പക്ഷെ എത്ര ഫിനിഷ് ചെയ്താലും അന്ന് ഞാൻ ആ കണ്ട ക്വാളിറ്റിയിലേക്ക് നമ്മളുടെ ഇവിടെ എത്തുന്നില്ല. ദെൻ വാട്ട് ഐ ഡിഡ്, അങ്ങനെയാണ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾക്കൊന്ന് ദുബായിലൊരു സംഭവം ചെയ്യണം. കാരണം അവിടുത്തെ ആ വർക്ക് കൾച്ചറാണ് ആ ക്വാളിറ്റിയിലേക്ക് അവർ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുണ്ടായിരുന്നില്ല. അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, സോ ദേ ആർ മച്ച് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ ക്വാളിറ്റി എന്നുള്ളത് എനിക്കത് ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളക്കാർ ക്വാളിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ക്വാളിറ്റി റീസൺ കാരണമാണോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണ് റീസൺ. അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ്. പക്ഷേ ദുബായിൽ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായിൽ നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് വേണം. ആ യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള ആ ഒരു കൾച്ചർ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ദുബായിൽ പെട്ടെന്നൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ദുബായിൽ കമ്പനി തുടങ്ങാൻ എളുപ്പം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹബീബി കം ടു ദുബായ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ ദുബായിൽ വരുവാണ്. ദുബായിൽ പണ്ടത്തെ പോലൊരു ഫുൾ സ്പോൺസർഷിപ്പ് ബാക്കപ്പ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വെരി ഈസി ടു ഡു ബിസിനസ് ഇൻ ദുബായ്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്ന ഒരു വെർച്വൽ ഓഫീസൊക്കെ കൊടുത്തിട്ട് ഒരു ഓഫീസ് തുടങ്ങി പെട്ടെന്ന് കമ്പനി തുടങ്ങുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ട് ഒരുപാട് ആൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി വേണം ദുബായിൽ. സാർ എങ്ങനെയാണ് അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്? അത് ഞങ്ങൾ 6 മാസം സെർച്ച് ചെയ്തു ദുബായിൽ. 6 മാസത്തിലധികം സെർച്ച് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ഒരു സിക്ക് യൂണിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി ആയിട്ട് നമ്മൾക്ക് സെല്ല് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചപ്പോഴാണ് മലയാളികളായിട്ടുള്ള ആൾക്കാർ ഓൺഷിപ്പിലുള്ളൊരു ഫാക്ടറി അജ്മാനിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് അവർ ഒത്തിരി എക്സ്പീരിയൻസിൽ 30-45 വർഷത്തോളം ഗൾഫിൽ ഈ പെർട്ടിക്കുലർ മേഖലയിൽ നിന്ന് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി. അവർ നല്ല ആൾക്കാരാണെങ്കിൽ കൊടുക്കാം, നല്ല രീതിയിൽ കൊണ്ടുപോയിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൊടുക്കാം. കാരണം ദേ വോണ്ട് ടു ഡു എ റിട്ടയർ ലൈഫ്. അവർ നാട്ടിലിട്ട് ചരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ അവർക്കുണ്ട്. പക്ഷേ അവർ സമീപഭാവിയിൽ അതിന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവരെ പരിചയപ്പെട്ടപ്പോൾ അവരൊന്ന് ഈ നല്ല ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ അവരെ കൊണ്ടുവന്ന് അവരുടെ ഒരു ലെഗസി നല്ല രീതിയിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അവർക്കത് സെല്ല് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ സംസാരിച്ചു. ദേ കെയിം ടു അവർ കൊച്ചിൻ ഓഫീസ്. അങ്ങനെയുള്ളൊരു ഡിസ്കഷനൊക്കെ നടന്ന് ഞങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ഫാക്ടറി 11,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 10-20 പണിക്കാരുണ്ട്, സ്റ്റാഫുകളുണ്ട്, എല്ലാം ഓൾ ദ അസറ്റ്സ്. അപ്പോൾ ഞങ്ങളത് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തു. ഫുൾ പർച്ചേസ് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തു. സാർ, അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഹ്യൂജ് ആണ്. എന്ത് ഹോപ്പ് വെച്ചിട്ടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഇല്ല, ഹോപ്പ് തുടക്കം തൊട്ടേ ബിസിനസ് ചെയ്യുമ്പോൾ ഹോപ്പ് വേണമെന്നുള്ളതാണ്. ഞങ്ങൾ 2018 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു റൂമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇൻവെസ്റ്റർ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നുമില്ല ഇൻവെസ്റ്റർ ബാക്കപ്പ്. പക്ഷെ അന്ന് ഇൻവെസ്റ്റർ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അന്ന് ഞങ്ങളതിൽ ആകെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് സ്കില്ലായിരുന്നു. ഇപ്പോൾ എൻ്റേതായാലും എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, സ്കിൽസ് ആയിരുന്നു നമുക്ക്. പിന്നെ ഹങ്കറായിരുന്നു ഞങ്ങൾ, ഈഗർ ടു ഡെവലപ്പ്. അത് നമ്മൾ പറയില്ല, ബേണിംഗ് ഡിസയർ ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവണം, നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയർ. അപ്പോൾ അന്ന് ഈ സാധനം മാത്രമേ ഉണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ എൻ്റെ ആ റിവ്യൂ മീറ്റിങ്സിലൊക്കെ ഞങ്ങളുടെ സ്റ്റാഫിനോടും ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ ടീമിനോടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യും. ഞാൻ എപ്പോഴും പറയും അവരോട്, എടോ നമുക്ക് പിന്നെ ഏറ്റവും പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 10-45 ദിവസം കൊണ്ടൊരു 70,000 സ്ക്വയർ ഫീറ്റ് തീർക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഹെൽത്ത് കെയർ ചെയ്യുന്ന ആൾക്കാരാവണം.
കേരളത്തിൽ തന്നെ നമ്മളുടെ ഫീൽഡ്, അതായത് ഇൻറ്റീരിയർ കോൺട്രാക്ട് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് വാല്യൂ ചെയ്യുന്ന, ടേൺ ഓവർ ചെയ്യുന്ന കമ്പനിയായിട്ട് നമുക്ക് മാറണം. പ്രൂവനും ആയി നമ്മുടെ ക്യാപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൂവൺ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹോപ്പുള്ളതുകൊണ്ടാണ്. അന്ന് ആ തോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കാവില്ല. ഇപ്പം അത് പ്രൂവണായി മാത്രമല്ല, അതാണ് ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി. ക്യാപ്ചറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ദേ കംപ്ലീറ്റ് അത് 45 ദിവസം കൊണ്ട് ഇത്രയും ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ്. പറഞ്ഞ ടൈം ലൈനിനുള്ളിൽ തീർക്കുന്നുള്ള ഒരു കമ്പനിയായി മാറി. അത് നമ്മൾ അത് ആ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ക്യാപ്ചറിൻ്റെ ഒരു ട്രേഡ് മാർക്ക് അങ്ങനെയാണ് ഇപ്പം മാർക്കല്ലേ. തന്ന ആ ഹോപ്പ് വെച്ചിട്ട് ചെയ്തതാണ്. അന്ന് നമ്മളെടുത്ത റിസ്ക് തന്നെയാണ്. അതുപോലെ ദുബായിലും ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തോട്ടം. പിന്നെ ഇതിലുണ്ടാകുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വൺസ് നമ്മുടെ ആ ഫാക്ടറിയും ഈ ഫാക്ടറിയും കൂടെ ആയാൽ ഒരു ക്രോസ് ബ്രീഡിങ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഇല്ല പണിക്കാർ അങ്ങോട്ടേക്ക് വിടും, അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യും, ക്രിയേറ്റീവ്സ് കൂടുതൽ. ഞാൻ ഒരു റീസെൻ്റായിട്ട് ഞാനൊരു 2-3 തവണ ഞാൻ ദുബായിൽ വിസിറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ അവിടെ ചെയ്ത എസ്പെഷ്യലി ഞാൻ വില്ല കൺസ്ട്രക്ഷനിലായിരുന്നു. കമേഴ്ഷ്യൽസ് ഞാൻ ഒരുപാട് അവിടെ ചെയ്തിട്ടുണ്ട് മുമ്പ് കാലത്ത്. ഞാൻ വില്ല ചെയ്തിരുന്നില്ല. ഞാൻ വില്ല കൺസ്ട്രക്ഷനൊക്കെ കാണാനും അതിന് എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്വാളിറ്റിയാണ്, എങ്ങനെയാണ് അവർ റൂമിന് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അവർ കാരണം അവിടുത്തെ നമ്മളത്തെ പോലത്തെ ഒരു കൾച്ചറല്ല, കാലാവസ്ഥയല്ല. അപ്പോൾ എങ്ങനെയാണ് അവരൊരു വെന്റിലേഷൻ ഡിഫറെൻ്റ്, അപ്പോൾ അതെങ്ങനെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കഴിഞ്ഞ 2 തവണ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ആർക്കിടെക്ട്സിനോട് പറയും, എൻ്റെ ടീം ഓഫ് ആർക്കിടെക്ട്സിനോട് പറയും, നമുക്ക് അതുപോലുള്ള വില്ലാസ് കേരളത്തിൽ ചെയ്യണം. അപ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ അടുത്ത 1.5 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ ദുബായിലുള്ള എങ്ങനെയാണോ ഒരു വില്ല ചെയ്യുന്നത്, ഏത് ക്വാളിറ്റിയിലാണോ വില്ല ചെയ്യുന്നത്, ഏത് പാരാമീറ്ററിലാണോ വില്ല ചെയ്യുന്നത്, അതുപോലെ വില്ല എനിക്ക് എൻ്റെ ഇവിടെയുള്ള ക്യാപ്ചറിൻ്റെ ടീമിനെ കൊണ്ട് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റും. സാറിൻ്റെ വിഷൻ അപ്പോൾ അതാണ്. അവിടെ എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ഷൻ വില്ല ചെയ്യുന്നത്, അവിടെ ഏത് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണോ അവർ ഫോളോ ചെയ്യുന്നത്, സെയിം ക്വാളിറ്റിയിൽ അതേപോലെ ഇവിടെ ഒരാൾക്കൊരു വില്ല വെച്ച് കൊടുക്കണം കംപ്ലീറ്റ്. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടുള്ള കൾച്ചർ കിട്ടണം അവർക്ക്. അപ്പോൾ ഈ കൾച്ചർ ഞാൻ എൻ്റെ ഇവിടെയുള്ള ആർക്കിടെക്ട്സ് ദുബായ് അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അവർ ആ കൾച്ചർ പഠിക്കട്ടെ. എൻ്റെ ഇവിടെയുള്ള പോളിഷേഴ്സിനെ ഞാൻ അവിടത്തേക്ക് വിടും. അവർ പോളിഷ് ചെയ്യുന്ന ആ ഒരു ഹൗ അവർ ആ ക്വാളിറ്റി എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ സെക്ടർ അങ്ങ് ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ ആ ഒരു ക്വാളിറ്റി കൾച്ചറിനെ ഇവിടത്തേക്ക് കൊണ്ടുവരും. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, ഈ ആ ഒരു സെൻസ് ഉണ്ടോ സർ? നമ്മുടെ ഡിഫറൻസ് ഇൻ എല്ലാ സെക്ടറിലുണ്ട്. നമ്മൾ അവിടെ ഒരു ഡ്രോയിങ്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈവൻ ദോ വലിയൊരു കൺസൾട്ടൻ്റ് തന്നെ അവർ ഷോപ്പ് ഡ്രോയിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക 2 ദിവസം കൊണ്ട് അപ്രൂവ് ചെയ്യും, ഒന്നും നോക്കാതെ അവർ അപ്രൂവ് ചെയ്തിട്ടും. പക്ഷെ അവിടുത്തെ ഡ്രോയിങ്സിൽ ഓരോ ഏരിയയിലത്തെ ബ്ലോപ്പ് ഡീറ്റെയിൽസ് എൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കാണണം. കുടിച്ചിട്ട് ഒരു ഡ്രോയിങ്സ് ഒക്കെ അപ്രൂവ് ചെയ്യണമെങ്കിൽ 20 ദിവസം കിട്ടും. ഇവിടെ അത് 1 ദിവസം കൊണ്ട് പ്രോസസ്സ് ആവുന്നത്, കാരണം അത്രയും സ്ക്രൂട്ടിനി നടത്തും. പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഒരു കേരളത്തിലും ഒരുപാട് റോ മെറ്റീരിയൽസ്, ഇപ്പോൾ ദുബായിലുള്ളതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കേരളത്തിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്, ചൈനയിൽ നിന്ന് വരുന്നതൊക്കെ ആയിട്ടുള്ള. പക്ഷേ ദുബായിൽ കിട്ടുന്ന റോ മെറ്റീരിയൽ ക്വാളിറ്റി, ഇപ്പോൾ നമ്മളൊരു വിനിയർ എടുക്കുകയാണെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുക്കുന്ന വിനിയറും ദുബായിൽ എടുക്കുന്ന വിനിയറും തമ്മിൽ എൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഏത് പ്രോഡക്റ്റ് ആയാലും ആ ഒരു ക്വാളിറ്റിയിൽ, റോ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം ആ ഒരു വേൾഡ് മാർക്കറ്റുമായിട്ട്, ആ ഒരു ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് ദുബായ് ഒത്തിരി ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദുബായ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാരണം. എനിക്കൊരു പരിധി വരെ നമ്മൾക്കത് കുറച്ചും കൂടി നമ്മളുടെ ടീമിന് യൂസ്ഫുള്ളാവും. അവരത് അഫോർഡബിളായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാനീ പറഞ്ഞൊരു 1.5 വർഷം 2 വർഷം കൊണ്ട് ദുബായിൽ കാണുന്ന സെറ്റപ്പ് നാട്ടിൽ അതുപോലെ ഒരാൾക്ക് ചെയ്യണം, ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്ത് അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്ചറിനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഈ ദുബായിയുടെ ലക്ഷ്യം. സർ, നമ്മുടെ ഈ മോഡുലാർ ഫർണിഷിങ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണോ ദുബായ്? ശരിക്കും ദുബായ് എന്ന് പറയുന്നത്, ദുബായ് ഇസ് എ ഹബ് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ ഹബ് ഓഫ് റിയൽ എസ്റ്റേറ്റ്, ഹബ് ഓഫ് ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് ദുബായ്. എൻ്റെ ഈ 1-2 റീസെൻറ്റ് വിസിറ്റ് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡിമാൻഡ് ഓഫ് നല്ല ഹൈ ക്വാളിറ്റി മോഡുലാർ ഫർണിഷിങ് വിത്ത് ഷോർട്ടർ ഡെലിവറി ടൈം. അപ്പോൾ ആ ഒരു മേഖലകളിലേക്ക് നമ്മൾ മോഡുലാർ ഫർണിച്ചർ ഈ ഒരു ക്വാളിറ്റി എൻഷുർ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാം. റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി ഹൈ വിഷൻ ക്ലയൻറ്റ് നെറ്റ്വർക്ക് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഡെഫിനറ്റ്ലി ഷുവറാണ്.
സാർ ഇപ്പോൾ പറഞ്ഞല്ലോ സാർ അവിടെ റിസർച്ച് നടത്തി പോയി എല്ലാം ഒന്ന് നോക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കണ്ടു വെച്ചിട്ട് സാർ എന്ത് ഗ്യാപ്പാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ മാർക്കറ്റിൽ കാണുന്നത് അവിടെ? ഇൻറ്റീരിയർ മാർക്കറ്റിൽ ഇപ്പോൾ അവിടുത്തെ ഒരു സെക്ടറിൽ കണ്ടൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു കോർഡിനേഷൻ ഗ്യാപ്പാണ്. ആ കോർഡിനേഷൻ ഗ്യാപ്പ് ഇപ്പം കോർഡിനേറ്റിംഗ് വിത്ത് ഫാക്ടറി, സൈറ്റ്, അതുപോലെ തന്നെ ഡിസൈൻ, ആ ഒരു ഗ്യാപ്പ് അതും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്യാപ്ചറിൻ്റെ DNA എന്ന് പറയുന്നത് അതൊരു ടേൺ കീ നേച്ചർ ഓഫ് ബിസിനസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെർട്ടൈസാണ്. അപ്പോൾ ആ എക്സ്പെർട്ടൈസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറി, ഡിസൈൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻസ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മളുടെ എക്സ്പെർട്ടൈസാണ്. സോ അത് നമുക്ക് ദുബായിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഒരു ഗ്യാപ്പാണ് സാർ ഫിൽ ചെയ്യാൻ പറ്റും. സാർ നമുക്കറിയാമല്ലോ ക്യാപ്ചർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഒത്തിരി പ്രോജക്ട്സ് ഹെൽത്ത് കെയറിൽ ചെയ്തിട്ടുണ്ട്. സാർ ദുബായിൽ അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ആ ഒരു തോട്ട് സാറിൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ? ഈ ഇന്ത്യയിലെ പോലെ തന്നെ ഹെൽത്ത് കെയർ ബൂമിംഗ് ഉണ്ട്. ദുബായിലെ മിഡിൽ ഈസ്റ്റിലായാലും ഹെൽത്ത് കെയർ ബൂമിംഗ് ഉണ്ട്. ഒരുപാട് ഹെൽത്ത് കെയർ പ്രോജക്ട്സ് വരുന്നുണ്ട്. ക്ലിനിക്കിൽ നിന്നും ഹോസ്പിറ്റൽ കാറ്റഗറിയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ട് ദുബായിലും വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലായാലും നമ്മൾ ഹെൽത്ത് കെയർ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നല്ലൊരു എക്സ്പെർട്ടൈസേഷൻ ടീമുണ്ട്. പക്ഷേ കമ്മിങ് ടു മിഡിൽ ഈസ്റ്റ് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. അവിടുത്തെ ഈ ഒരു അവിടുത്തെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു കോർ ഏരിയ ആണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പെർട്ടൈസിൻ്റെ ടീം കേരളത്തിൽ ബാംഗ്ലൂരായിട്ട് അതിനുണ്ട്. ഞങ്ങളത് എക്സ്പെർട്ടൈസ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ പിച്ച് ചെയ്യണം എന്നല്ല തന്നെയാണ് ആഗ്രഹം. സോ അത് നിയറിങ് ഫ്യൂച്ചറിൽ വിൽ ഡെഫിനറ്റ്ലി ഓൺ ടു ഇറ്റ്. സർ ദുബായ് എന്ന് പറയുന്ന ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. നമുക്ക് അവിടെ ഇനിയിപ്പോൾ ചെയ്യാനുള്ള പ്രോജക്ട്സും ഓൾറെഡി ലാർജ് സ്കെയിൽ ആയിരിക്കും. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ചെയ്ത ഇപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ, കൊച്ചിയിലായിക്കോട്ടെ, സാർ ചെയ്ത പ്രോജക്ട്സ് എങ്ങനെയായിരിക്കും അവിടേക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? അതൊരു ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം ഈ ഒരു എക്സ്പെർട്ടൈസ് ഇപ്പോൾ കേരളത്തിലായാലോ ബാംഗ്ലൂരായാലോ നമ്മളൊരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റ്, അത് ഹെൽത്ത് കെയറിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി 5 സ്റ്റാർ ഹോട്ടൽ പ്രോജക്റ്റുകൾ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈലുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈല് അവിടെ നിന്ന് പഠിച്ച ലേണിങ്സ്, ആ ഒരു ക്വാളിറ്റി കോൺഷ്യസ്, അതുപോലെ തന്നെ ആ ഒരു സ്കെയിലബിലിറ്റി അവിടെ ഉണ്ടായത് ഡെഫിനറ്റ്ലി നമ്മൾ ദുബായ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ അതിനേക്കാളും ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും ഒബ്വിയസ്ലി ഇൻ ദുബായിൽ. പക്ഷേ ഇതൊരു ബേസായിട്ട് നമ്മൾക്ക് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു എക്സ്പെർട്ടൈസ് നമ്മൾക്കത് ഒത്തിരി ഗുണം ചെയ്യുന്നില്ല തന്നെയാണ് എനിക്ക് കരുതുന്നത്. സാർ ഇപ്പോൾ ദുബായിൽ ചെന്നിട്ട് അവിടെ എങ്ങനെയായിരിക്കും സാറിന് എല്ലാ പ്രൊജക്റ്റും പ്രിസൈസ് ആയിട്ടും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും സാറിന് ചെയ്യാൻ പറ്റുക? ശരിക്കും നമ്മൾ ഒരു 9 വർഷത്തോളം പാരമ്പര്യമുള്ളൊരു ഫാക്ടറിയാണ്, ഒരു കമ്പനിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെഗസി ഉണ്ട് നമ്മൾക്ക്. അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ, അത്രയും കാലം അവിടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അവിടെ സ്റ്റാഫുകളുണ്ട്. മോർ അഡ്വാൻറ്റേജസ് അത്രയും കപ്പാസിറ്റിയിലൊരു ഫാക്ടറി ഉണ്ട്. പ്രിസിഷനായിട്ടുള്ള മെഷീനറീസ് ഉണ്ട് ഇവിടെ. ന്യൂ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത മെഷീനറീസുകളുണ്ട്, ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ഹെൽപ്പ് അസ് എന്താ പറയുക, ഈ ഒരു പ്രിസിഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു എക്സലൻസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാക്ടറിയും നമ്മുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ഫാക്ടറിനെ ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ള ആ ഒരു ഡിസിഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആ ഒരു ലെഗസി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി, അത് ഷുവറാണ്. സർ 5 വർഷത്തിനുള്ളിൽ ക്യാപ്ചർ എവിടെയായിരിക്കും കാണപ്പെടുക? അത് പിന്നെ ഇപ്പോൾ ഞങ്ങളായാലും ഇപ്പോൾ എൻ്റേതായാലും എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ആയാലും ഞങ്ങളിരുന്നിട്ട് ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നുണ്ടായ വിഷനല്ല. അത് ഇങ്ങനെയാണ്: ട്രാൻസ്ഫോം ക്യാപ്ചർ ഇൻ ടു എ ഫ്യൂച്ചർ റെഡി, അതുപോലെ പ്രോസസ് ഡ്രിവൻ വേൾഡ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ്. അതായത് ക്യാപ്ചറിന് ഒരു സിസ്റ്റം ഫ്യൂച്ചർ റെഡി, പ്രോസസ് ഡ്രിവൻ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയ ബ്രാൻഡാക്കി മാറ്റും. അത് ഈ 5 കൊല്ലത്തിനൊക്കെ നടക്കും. ഈ ഒരു ഫ്യൂച്ചർ റെഡി എന്ന് പറയുമ്പം അത്രയും പീപ്പിൾ ബാക്കപ്പ് ഉണ്ടാവണം. നമുക്കറിയാം എസ്പെഷ്യലി ദുബായെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വളരെ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ അതിനെ കപ്പാസിറ്റി ചെയ്യാൻ പറ്റുക, അതിനെ കാറ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പീപ്പിൾ ബാക്കപ്പ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഇത് എൻറ്റയർ സിസ്റ്റം ഓഫ് നമ്മുടെ ഓപ്പറേഷൻസ് പ്രോസസ്സിലൂടെ റൺ ചെയ്യിക്കുക. അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജീസ്, ന്യൂ സോഫ്റ്റ്വെയർസ്. ഇത് കൂടാതെ തേർഡ് വൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വേൾഡ് റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ് ആക്കുക. അതിനൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഈ 3 മാത്രമാണ് നമ്മളുടെ ഒരു വിഷനായിട്ടുള്ളത്. അതിന്
ദുബായ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ദുബായ് എക്സ്പാൻഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഡെഫിനറ്റ്ലി ഷുവറാണ്. ഓക്കെ സാർ, ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ദുബായിലെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ക്യാപ്ചറിന് ചൂസ് ചെയ്യാൻ കാരണം? ഒരു ക്ലയൻറ്റ് എന്തുകൊണ്ടായിരിക്കണം? വാട്ട് ഈസ് ദ റീസൺ? ക്യാപ്ചറിനൊരു എക്സ്പെർട്ടൈസ് ഉണ്ട്. പിന്നെ ക്യാപ്ചർ റാദർ ദാൻ ഇത് ഒബ്വിയസ്ലി ഒരു ബിസിനസ് ആണെങ്കിൽ കൂടി ഈ പെർട്ടിക്കുലർ മേഖലയിൽ ക്യാപ്ചറിനുള്ള എക്സ്പെർട്ടൈസ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ക്യാപ്ചർ ടീമിനെ വളർത്തിയെടുത്ത ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 8-9 വർഷത്തെ ഒരു പാരമ്പര്യമുള്ളൊരു കമ്പനി, ഒരു ലെഗസിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്നത് ദേ ജസ്റ്റ് നോട്ട് ഗെറ്റ് എ ഫേർണിച്ചർ. അവർക്കൊരു ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. അതാണ് ആ ഒരു കാര്യത്തിൽ ക്ലയൻറ്റിന് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും ക്യാപ്ചർ എടുക്കുന്നത്. സോ ദാറ്റ് ആ ഒരു കാര്യങ്ങൾ നമുക്ക് അഷ്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഉറപ്പ് സാറിന്? തീർച്ചയായും. അപ്പോൾ താങ്ക് യു സർ. സാറിൻ്റെ ആ ഒരു വിഷൻ, ക്യാപ്ചർ എന്നുള്ള വിഷൻ എന്നുള്ളത് ദുബായിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടെ നമ്മളോട് ഷെയർ ചെയ്തതിന് താങ്ക് യു. ആൻഡ് സാറിൻ്റെ വിഷൻ ഇനി ഫോർവേഡായിട്ട് ക്യാപ്ചർ എങ്ങനെയാണോ അതിലും 10 മടങ്ങ് അവിടെയും നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.